പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. UDFന്റെ വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക എന്നത് നടപ്പിലാക്കുന്നതിന് കാലതാമസം വരില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ അർഹരായവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും മുടങ്ങാതെ പെൻഷൻ നൽകാനാണ് UDF സർക്കാരിൻ്റെ ശ്രമമെന്നും സതീശൻ പറഞ്ഞു. പെൻഷൻ 3000 രൂപയാക്കുമെന്നത് LDFന്റെ വാഗ്ദാനം പോലെയായിരിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് UDF വാഗ്ദാനം LDF നൽകിയ വാഗ്ദാനം പോലെ ആയിരിക്കില്ല. LDF 2500 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ആദ്യ LDF സർക്കാരിൻ്റെ കാലാവധി തീരാനിരിക്കെയാണ് 1500 ഉള്ളത് 100 രൂപ കൂട്ടിയത്. അതിൽ നിന്ന് 2000 ആക്കി ഉയർത്തിയത് രണ്ടാം LDF സർക്കാരിൻ്റെ കാലാവധി തീരാനിരിക്കെയാണ്. അത്തരമൊരു കാലതാമസം UDF വരുത്തില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വീടുകളിൽ AC വെച്ചതുകൊണ്ട് പെൻഷൻ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. അത്തരത്തിൽ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പല പരാതികളും ഉയർന്നിട്ടുണ്ടെന്നും അത് പരിശോധിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനർഹരായ ചില ആളുകളും പദ്ധതിയിലുണ്ട്. അർഹരെ ഉൾക്കൊള്ളാനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു സംവിധാനം സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്നും എന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നും VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. കഴിഞ്ഞ സർക്കാർ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അർഹരായവർക്ക് പെൻഷൻ കിട്ടാതെ പോകരുതെന്നേ കരുതുന്നുള്ളൂ എന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് പാലിക്കും. മുടങ്ങാതെ പെൻഷൻ നൽകാൻ എല്ലാ നടപടിയും സ്വീകരിക്കും. ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കും. അർഹരായ ആളുകൾ പുറത്തു നിൽക്കുന്നു. അനർഹരായവരെ പട്ടികയിൽ ഉണ്ടെന്ന് ഇത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും വിശദമായ ചർച്ച ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുന്നുണ്ടെന്നും 25 ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ പ്രഖ്യാപനങ്ങൾ കാത്തിരുന്ന ജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും ഒരുപോലെ നിരാശപ്പെടുത്തി മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ സംസ്ഥാന ബജറ്റ്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണ യാതൊരുവിധ വർധനവും വരുത്തിയിട്ടില്ല. ഇതോടൊപ്പം ശമ്പള പരിഷ്കരണവും കുടിശ്ശികകളുടെ വിതരണവും പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ ജീവനക്കാർക്കും വലിയ തോതിലുള്ള അനുകൂല പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന നിർധനരായ സാധാരണക്കാർക്ക് കൈത്താങ്ങാകേണ്ട സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക ഉയർത്താൻ ഇത്തവണ സർക്കാർ തയ്യാറായിട്ടില്ല. ഖജനാവിന്റെ നിലവിലെ ശോചനീയാവസ്ഥയും തീർപ്പാക്കാനുള്ള വൻ സാമ്പത്തിക ബാധ്യതകളും കണക്കിലെടുത്താണ് ജനപ്രിയമായ പെൻഷൻ വർധനവിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയതെന്നാണ് സൂചന. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വൻ ബാധ്യതകളും കുടിശ്ശികകളും തങ്ങളുടെ ചുമലിലാണെന്ന് ആമുഖത്തിൽ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന DA കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനെക്കുറിച്ച് ബജറ്റിൽ യാതൊരുവിധ വ്യക്തതയും നൽകിയിട്ടില്ല. വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച ജീവനക്കാർക്ക് ബജറ്റ് വലിയ രീതിയിൽ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങളൊന്നും നൽകുന്നില്ല. പതിവ് വിതരണം മാത്രം. ജീവനക്കാരുടെ DAയും പെൻഷൻകാരുടെ DR-ഉം ഇനി മുതൽ മുടക്കം കൂടാതെ കൃത്യമായി നൽകുമെന്ന ഒരു ഉറപ്പ് മാത്രമാണ് ബജറ്റിലുള്ളത്. കുടിശ്ശികകളെക്കുറിച്ച് ബജറ്റ് പൂർണ്ണമായി മൗനം പാലിക്കുന്നു. ലീവ് സറണ്ടറിൽ ഉറപ്പില്ല. ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ പ്രഖ്യാപനങ്ങൾക്ക് പകരം ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന പ്രഖ്യാപനം മാത്രമാണ് ബജറ്റിലുള്ളത്. NPS പരിഷ്കരണത്തിൽ അവ്യക്തത. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തതകൾ നീക്കിയ ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ എപ്പോൾ ലഭ്യമാകുമെന്ന കാര്യത്തിൽ ഉറപ്പുകളില്ല.
മെഡിസെപ്പ് പുനഃക്രമീകരണം. നിലവിലുള്ള മെഡിസെപ്പ് ആരോഗ്യ സുരക്ഷാ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. ഭരണപരമായ ചിലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സമാന സ്വഭാവമുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകൾ തമ്മിൽ ലയിപ്പിക്കാനും ബജറ്റിൽ തീരുമാനമുണ്ട്. ഇതോടൊപ്പം സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. ഭരണസൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം. നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുതിയ ജില്ലകൾക്കായുള്ള ആവശ്യങ്ങൾ ശക്തമായി ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് പുറമെ മധ്യ കേരളത്തിൽ മൂവാറ്റുപുഴ കേന്ദ്രമാക്കിയും തെക്കൻ കേരളത്തിൽ നെയ്യാറ്റിൻകര കേന്ദ്രമാക്കിയും പുതിയ ജില്ലകൾ പ്രഖ്യാപിക്കണമെന്ന പ്രാദേശിക ആവശ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ശക്തമാണ്. ഇത്തരം ആവശ്യങ്ങളിലെ ഭരണപരമായ സാധ്യതകളും ജനസംഖ്യാ ക്രമീകരണങ്ങളും കമ്മീഷൻ വിശദമായി പരിശോധിക്കും. കമ്മീഷന്റെ പഠന റിപ്പോർട്ടിന്റെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പുതിയ താലൂക്കുകളും ജില്ലകളും അനുവദിക്കുന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പ് അന്തിമ തീരുമാനം എടുക്കുക. മറ്റൊരറിയിപ്പ്. രാജ്യത്തെ കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷക കുടുംബങ്ങൾക്ക് അവരുടെ കൃഷിച്ചെലവുകൾക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഈ പദ്ധതിയിലൂടെ പണം നൽകുന്നു. എന്നാൽ നിയമവിരുദ്ധമായി നിരവധി ആളുകൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നതായി സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ സർക്കാർ കടുത്ത നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. നിരവധി ആളുകളെ ഇതിനോടകം പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വർഷം 6000 രൂപയുടെ ധനസഹായം ലഭിക്കും. 2000 രൂപയുടെ 3 തുല്യ ഗഡുക്കളായാണ് ഈ തുക ലഭിക്കുക. സർക്കാർ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക വരവ് വയ്ക്കുന്നു. ഇടനിലക്കാർ ഇല്ല. ഓരോ 4 മാസം കൂടുമ്പോഴുമാണ് ഈ തുക എത്തുക. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൽ കയറി കർഷകർക്ക് സ്വയം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ വഴി ആവശ്യമായ രേഖകൾ നൽകിയും അപേക്ഷ സമർപ്പിക്കാം. ആധാർ കാർഡ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, കരമടച്ച രസീത്, ആധാരം, ബാങ്ക് പാസ്ബുക്ക്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് ആവശ്യം. PM കിസാൻ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തും പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം. EKYC പൂർത്തിയാക്കേണ്ടതും നിർബന്ധമാണ്. ഇതോടകം ആയിരക്കണക്കിന് പേരുകൾ PM കിസാൻ ഉപഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇതിനുള്ള ഘട്ടം ഘട്ടമായ നടപടികളാണ്. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, ഉപജില്ല, താലൂക്ക്, ബ്ലോക്ക്, ഗ്രാമം എന്നിവ കൃത്യമായി തിരഞ്ഞെടുക്കുക. ഗെറ്റ് റിപ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗ്രാമത്തിലെ അർഹരായ മുഴുവൻ കർഷകരുടെയും പേരുകൾ അടങ്ങിയ ലിസ്റ്റ് സ്ക്രീനിൽ തെളിയും. ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിന് പിന്നാലെയാണ് കേന്ദ്ര സഹായം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹായം 2000 രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുകയാണ്. ജൂൺ മാസം 20 ശനിയാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സഹായം 2000 രൂപ വീതം എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായ ഇടവേളകളിൽ EKYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി തുക കൈമാറുന്നത്. ജൂൺ മാസം 20-ാം തീയതി 3 മണിക്ക് ശേഷമുള്ള സമയത്താണ് തുക വിതരണം ആരംഭിക്കുക എന്ന് അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് നിർവഹിക്കുന്ന ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെയാണ് തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആക്കപ്പെടുന്നത്. നേരത്തെയുള്ള ഗഡു ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് 22ഉം 23ഉം ഗഡുക്കൾ ചേർത്ത് പരമാവധി 4000 രൂപ വരെ എത്തിച്ചേരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലുള്ള 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക.
വരാൻ പോകുന്ന ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. PM കിസാൻ ആനുകൂല്യം വാങ്ങുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ന് മുൻപായി 2026-27 വർഷത്തെ വാർഷിക EKYC അക്ഷയ സെന്റർ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയോ ചെയ്യേണ്ടതാണ്. ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതാണ് വാർഷിക മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ മുഴുവൻ PM കിസാൻ ഗുണഭോക്താക്കളും പദ്ധതി ആനുകൂല്യം തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി 2026-27 വർഷത്തെ EKYC സമയബന്ധിതമായി ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇതിനു വേണ്ട രേഖ ആധാർ കാർഡാണ്. കഴിഞ്ഞ വർഷം ചെയ്തവരും ഈ വർഷം പുതുതായി EKYC ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആനുകൂല്യം ഈ വർഷം ലഭിക്കുകയുള്ളൂ. ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 30. സർക്കാർ പ്രഖ്യാപിച്ച ഈ മാസം 15 മുതൽ തന്നെ KSRTCയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇനി സൗജന്യമായി യാത്ര ചെയ്യാം. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരറിയിപ്പ്, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസികളുടെ പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സൗദി മാറാക്കര പഞ്ചായത്ത് KMCC യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിവിധ കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികൾക്കായി കൃത്യമായ പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വലയത്തിന് പുറത്തുള്ള നിർധന കുടുംബത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ് വ്യക്തികൾക്കും LDF സർക്കാർ നടപ്പിലാക്കിയ പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏപ്രിൽ-മെയ് മാസങ്ങളിലെ തുക അനുവദിക്കുന്നതിനുള്ള ഫയൽ ധനവകുപ്പിന്റെ മേശപ്പുറത്താണ്. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള 31.34 ലക്ഷം പേർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി 2025 ഒക്ടോബർ 29-നാണ് LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 11-ന് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ച ശേഷം അന്ന് തന്നെ 10,58,700 പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി തുക ലഭ്യമാക്കിയിരുന്നു. 105.87 കോടി രൂപയായിരുന്നു ഇതിനായി അനുവദിച്ചിരുന്നത്. ഫെബ്രുവരിയിലും മാർച്ച് മാസത്തിലും LDF സർക്കാർ തുക നൽകിയിരുന്നെങ്കിലും ഏപ്രിൽ-മെയ് മാസങ്ങളിലെ തുക നൽകാൻ UDF സർക്കാർ തയ്യാറായിട്ടില്ല. അന്ന് തന്നെ പദ്ധതിയെ എതിർത്തിരുന്ന UDF അധികാരത്തിലെത്തിയ ശേഷം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. പദ്ധതിക്ക് LDF സർക്കാർ ബജറ്റിൽ 3720 കോടി രൂപ നീക്കിവെച്ചിരുന്നു. മാർച്ചിലെ കണക്ക് പ്രകാരം 18,18,047 അപേക്ഷകളുണ്ട്. 5 ലക്ഷത്തിലേറെ അപേക്ഷകളിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. മാർച്ചിൽ ഗുണഭോക്താക്കളുടെ എണ്ണം 16,24,091 ആയതോടെ 162.41 കോടി രൂപ വിതരണം ചെയ്തു. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും അപേക്ഷകരുടെ എണ്ണം വീണ്ടും ഉയർന്ന് 18,18,047 പേരായി. ഇതിൽ 16,40,343 പേർ അർഹരെന്ന് കണ്ടെത്തി. പണം അനുവദിക്കാൻ ധനവകുപ്പിൽ ഫയലെത്തിയെങ്കിലും തീരുമാനമായില്ല. ഒരു മാസമായി തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ 5 ലക്ഷത്തിലേറെ അപേക്ഷകളും വന്നിട്ടുണ്ട്. മലപ്പുറത്താണ് അപേക്ഷകർ കൂടുതൽ, 2.55 ലക്ഷം. യുവജനങ്ങൾക്കായി LDF സർക്കാർ ആവിഷ്കരിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലെ ഏപ്രിൽ-മെയ് മാസങ്ങളിലെ തുകയും ഇതുവരെ നൽകിയിട്ടില്ല. തൊഴിൽ വകുപ്പ് നൽകിയ നിർദ്ദേശം ധനവകുപ്പ് തടഞ്ഞുവെച്ചിരിക്കുകയാണ്. 70,000 അപേക്ഷ കൂടി ലഭിച്ചെങ്കിലും തീരുമാനമില്ല. ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിലും പദ്ധതി പരാമർശിച്ചിരുന്നില്ല. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ള 5 ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചത്. ജനുവരിയിൽ 10,000 പേരുടെ അക്കൗണ്ടുകളിൽ 1000 രൂപ വീതം എത്തിയിരുന്നു. ഫെബ്രുവരിയിലും മാർച്ച് മാസത്തിലുമായി 75,376 പേർക്ക് തുക നൽകി. ഇതിനായി ബജറ്റിൽ 400 കോടി രൂപ LDF സർക്കാർ നീക്കിവെച്ചിരുന്നു. മറ്റൊരറിയിപ്പ്, 2014 മുൻപ് വിരമിച്ച് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ അധിക പെൻഷൻ റദ്ദാക്കുന്നു. ഇവർ കൈപ്പറ്റിയ അധിക തുക തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചു തുടങ്ങി. വിരമിക്കുന്നതിന് മുൻപ് ജോയിന്റ് ഓപ്ഷൻ നൽകിയില്ല എന്ന കാരണത്താലാണ് ഉയർന്ന പെൻഷൻ റദ്ദാക്കി തുടങ്ങിയത്. ഇതുവരെ കൈപ്പറ്റിയ ഉയർന്ന പെൻഷൻ തുക ഉടൻ ഒന്നിച്ച് തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയക്കുന്നത്. പലരും മരുന്നിന് പോലും പണം കാണാതെ
വിഷമിക്കുമ്പോഴാണ് ലക്ഷങ്ങൾ ഒന്നിച്ച് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നോട്ടീസ് ലഭിച്ച ഒരു മുതിർന്ന പത്രപ്രവർത്തകനോട് 2,90,336 രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് തിരുവനന്തപുരം റീജിയണൽ PF കമ്മീഷണർ ഓഫീസിൽ എത്തിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 2011 ഇദ്ദേഹം റിട്ടയർ ചെയ്തത്. കോടതി വഴിയാണ് യഥാർത്ഥ വേതനത്തിന് അനുസൃതമായ ഉയർന്ന പെൻഷൻ നേടിയെടുത്തത്. അങ്ങനെ വാങ്ങിയ 15 വർഷത്തെ പെൻഷൻ തുക ഒന്നിച്ച് തിരിച്ചടക്കാനാണ് നിർദ്ദേശം. എന്നാൽ 2022 നവംബറിൽ ഇത് സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം 2014 മുൻപ് വിരമിച്ചവർക്ക് ഉയർന്ന പെൻഷന് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് PF ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും വിധികളുടെ അന്തസ്സത്തക്ക് വിരുദ്ധമായാണ് ഈ നോട്ടീസ് എന്നാണ് പെൻഷൻകാർ ആരോപിക്കുന്നത്. ഒരു ജീവനക്കാരൻ തൊഴിലുടമ വഴിയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ പണമടക്കുന്നതും മറ്റ് രേഖകൾ നൽകുന്നതും. തൊഴിലുടമയുടെ വീഴ്ച കാരണമാണ് ഇവിടെ ജോയിന്റ് ഓപ്ഷൻ നിശ്ചിത വർഷത്തിനുള്ളിൽ നൽകാൻ കഴിയാതെ പോയത്. അങ്ങനെ തൊഴിലുടമയുടെ വീഴ്ചയുടെ പേരിൽ തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കുന്നത് നീതി നിഷേധമാണെന്നാണ് ഇവർ പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക തീർക്കുന്നതിന് LDF സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി നടപ്പാക്കിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DA കൊടുക്കുന്നതിൽ മുൻപ് കാലതാമസം വന്നിട്ടുണ്ടാകും. അതിനർത്ഥം ജീവനക്കാർ ശത്രുക്കളാണ് എന്നല്ല. ദുരിതകാലത്തും ശമ്പളം മുടങ്ങാതെ കൊടുക്കാനായി ആനുകൂല്യങ്ങളിൽ ചിലത് കൊടുക്കുകയും മറ്റു ചിലത് കൊടുക്കാനായി പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. LDF കാലത്ത് കുടിശ്ശിക ഉണ്ടെന്ന് പറയുന്നതിന് പകരം LDF ആവിഷ്കരിച്ച ആ പദ്ധതി സർക്കാർ നടപ്പാക്കിയാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റേഷൻ കടകളിൽ എത്താൻ സാധിക്കാത്തവർക്ക് ആവശ്യമായ സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണ സംവിധാനം തുടങ്ങാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമാണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു. പൊതുവിതരണം സാമ്പത്തിക ബാധ്യതയും മറ്റു പ്രശ്നങ്ങളും ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും മുൻഗണനാക്രമത്തിൽ റേഷൻ കാർഡുകൾ നൽകുന്നതിനുള്ള നീക്കം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശരിയായ മാർക്കറ്റ് തന്ത്രം പ്രയോജനപ്പെടുത്തി സപ്ലൈകോയുടെ പുനരുജ്ജീവനം സർക്കാർ ലക്ഷ്യമിടുന്നു. എല്ലാ ജില്ലകളിലെയും പ്രമുഖ സ്റ്റോറുകളെ സിഗ്നേച്ചർ മാർട്ടുകളായി വികസിപ്പിക്കുന്നതിനുള്ള പ്രൊജക്ട് ആസൂത്രണം ചെയ്തു. പുതിയ കാലത്തെ വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ പരിഗണനയിലാണ്. ഓണക്കാലത്ത് സമഗ്ര വ്യാപാരമേളകൾ സംഘടിപ്പിക്കും. ഓണത്തിന് കുറഞ്ഞത് 20 ദിവസം മുൻപെങ്കിലും മേളകൾ ആരംഭിക്കാൻ കഴിയണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. സബ്സിഡി ഇനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന ഉപഭോക്തൃ വസ്തുക്കളും ഉൾപ്പെടുത്തിയാകും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സമഗ്ര വ്യാപാരമേളകൾ ഒരുക്കുക. ജില്ലാ തലങ്ങളിലും നിയമസഭാ മണ്ഡല തലങ്ങളിലും വ്യാപാരമേളകൾ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം 2016 മുതൽ 10 വർഷം 13 സബ്സിഡി ഇനങ്ങളുടെ വില പരിഷ്കരിക്കാതിരുന്ന LDF സർക്കാർ തീരുമാനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന് കുറ്റപ്പെടുത്തി. സിവിൽ സപ്ലൈസ് വകുപ്പിനും അതിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വിഭാഗമായ സപ്ലൈകോക്കുമായി ഏകദേശം 3000 കോടി രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. ഇത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ശേഷിയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റൊരറിയിപ്പ്, EPF വരിക്കാർക്ക് സമ്പാദ്യം എളുപ്പത്തിൽ പിൻവലിക്കാനുള്ള സംവിധാനം ഉടൻ നിലവിൽ വരും. UPA, ATM എന്നിവ വഴി നേരിട്ട് പണം പിൻവലിക്കാനുള്ള സൗകര്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. അംഗങ്ങൾക്ക് PF ബാലൻസിന്റെ 75% വരെ ഉടനടി പിൻവലിക്കാൻ കഴിയും. 2025 ഒക്ടോബറിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പരിഷ്കാരം കോടിക്കണക്കിന് EPFO അംഗങ്ങൾക്ക് ഗുണകരമാകും. ATM, UPA പിൻവലിക്കൽ അർഹരായ അംഗങ്ങൾക്ക് PF ബാലൻസിന്റെ 75% വരെ ATM, UPA വഴി പിൻവലിക്കാം. ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടുന്ന മൊത്തം EPF ബാലൻസിന് ഈ സൗകര്യം ബാധകമാണ്. പരിശോധനയ്ക്കും മറ്റുമുള്ള കാലതാമസമില്ലാതെ തന്നെ പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. പ്രത്യേക സാഹചര്യങ്ങളിൽ മുഴുവൻ തുകയും പിൻവലിക്കാം. 55 വയസ്സ് പൂർത്തിയായ ശേഷമുള്ള വിരമിക്കൽ, സ്ഥിരമായ വൈകല്യം, ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ, പിരിച്ചുവിടൽ, സ്വയം വിരമിക്കൽ, ഇന്ത്യയിൽ നിന്ന് താമസം മാറൽ, ജോലി നഷ്ടപ്പെട്ട ഉടനെ തന്നെ PF ബാലൻസിന്റെ 75% പിൻവലിക്കാം. തുടർച്ചയായി 1 വർഷം തൊഴിലില്ലായ്മ തുടരുകയാണെങ്കിൽ ബാക്കിയുള്ള 25% കൂടി പിൻവലിക്കാൻ സാധിക്കും. ഭാഗികമായ പിൻവലിക്കലുകൾക്ക് മുൻപ് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ നിർദ്ദേശപ്രകാരം പെൻഷൻ തുക പിൻവലിക്കുന്നതിന് 2 മാസത്തിന് പകരം 36 മാസം കാത്തിരിക്കണം. അംഗങ്ങൾ 10 വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹരാകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത്. അംഗത്തിനും കുടുംബത്തിനും ദീർഘകാല സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയും. അംഗത്തിന്റെ
യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആക്റ്റീവ് ചെയ്തിരിക്കണം. UAN കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമായിരിക്കണം. UAN നമ്പറുമായി ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ലിങ്ക് ചെയ്തിരിക്കണം എന്നിവയാണ് പണം പിൻവലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.